വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഷഹീറ സമീർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന 40-60 ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ടോപ്പ് ബോട്ടം കൺസെപ്റ്റിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ. അപ്പം നിങ്ങൾക്ക് കോട്ട് സെറ്റ് പോലെയോ അല്ലെങ്കിൽ നോർമൽ കുർത്തിയായിട്ടും തയ്ക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത് ഇതുപോലെ നല്ലൊരു ഫ്ലവർ പാറ്റേണിലാണ് കേട്ടോ. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ചാണ്. മീറ്റർ പ്രൈസ് വരിക പെർ മീറ്ററിന് 89 റുപ്പീസാണ് കേട്ടോ. പിന്നെ പ്രത്യേകം എടുത്തറിയ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ആസ് പെർ വെയിറ്റ് അനുസരിച്ച് എക്സ്ട്രാ വരുന്നതായിരിക്കും. അപ്പോൾ കണ്ടല്ലോ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ നല്ല ഫ്ലവർ ഡിസൈൻ വന്നിട്ടുള്ളതാണ്. കോമ്പിനേഷനായിട്ട് ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റും ആണ്. ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത്. അതിൽ വൈറ്റും ലൈറ്റ് ബ്ലൂ ആണ് ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് കണ്ടു. ഇനി നമുക്ക് ബോട്ടത്തിൻ്റെ ഡിസൈൻ ഒന്ന് കാണാം. ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു ലൈൻസ് വന്നിട്ട് ഒരു ഡിസൈനൊക്കെ വരുന്ന മോഡലിലാണ്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു പലാസോ ബോട്ടവും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ബോട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണല്ലേ. അപ്പോൾ ബ്ലൂവും വൈറ്റും ഒക്കെ കൂടെ കോമ്പിനേഷൻ വന്നപ്പോൾ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കളറ്. അപ്പോൾ ഇതേ നോക്കി ടോപ്പും ബോട്ടും ഇങ്ങനെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും വേണമെങ്കിൽ രണ്ടും ടിക്ക് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കുക. അതല്ല ഇതിലേതെങ്കിലും ഒന്ന് മാത്രം മതിയെങ്കിൽ അത് മാത്രം ടിക്ക് ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ. നമ്മുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അതിലേക്ക് അയച്ചാൽ മതി. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡിസൈനിലേക്ക് പോകാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് കേട്ടോ. അതിലും ചെറിയൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് പ്രിന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു റെയർ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ ഡിസൈൻ വരിക. കളറും മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പ്രിന്റ് തന്നെയാണ്, റെയർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഫ്ലവർ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ടോപ്പിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു ഫ്ലവർ ഡിസൈനിലും ഇതൊരു എന്താ പറയുക വേറൊരു ഡിസൈനാണ് കേട്ടോ. ലൈനും അല്ല ഫ്ലവറും അല്ലാത്ത പ്രത്യേകതരം പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ടോപ്പായിട്ട് ഇത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. കൂടാതെ നല്ലൊരു ഡിസൈനാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. കൂടാതെ ഡാർക്ക് ആയിട്ടുള്ള ലൈൻസും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ലൈനൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് ആ ഒരു ഭംഗി പ്രത്യേകം എടുത്തറിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ലെങ്ത്തൊക്കെ അധികം വേണമെങ്കിൽ മാത്രം നമ്മൾ അധികം എടുക്കുക. അതല്ലെങ്കിൽ നോർമൽ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ 2.5 മീറ്ററിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഭയങ്കര ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ 2.75, 3 ഒക്കെ എടുക്കേണ്ടി വരും കേട്ടോ. അതനുസരിച്ച് നിങ്ങൾ തയ്ക്കുന്നവരാകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വന്നാലും ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പം നമുക്ക് ബോട്ടം തയ്ക്കുന്ന ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് പലാസോ ബോട്ടോ സ്ട്രെയിറ്റ് ബോട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പലാസോ ബോട്ടോ ആണെങ്കിലും നമുക്ക് ഒരു 2.25 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ആ ഒരു നല്ല പെർഫെക്ഷനോട് കൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അതല്ല ഹൈറ്റൊക്കെ കുറഞ്ഞവരാണെങ്കിൽ 2 മീറ്റർ മുതൽ അങ്ങോട്ട് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഹൈറ്റും അതുപോലെ തന്നെ അവരുടെ വണ്ണവും ഒക്കെ ആസ് പെർ അനുസരിച്ചിരിക്കും എടുക്കേണ്ടത്. പിന്നെ സ്ട്രെയിറ്റ് ബോട്ടത്തിനാണെങ്കിൽ തീരെ വണ്ണയില്ല, നമ്മളൊരു സ്മോൾ സൈസിലൊക്കെ ഉള്ളവരാണെങ്കിൽ 1.5 മീറ്റർ ഒക്കെ എടുത്താൽ മതി. അതല്ല അതിന് മീഡിയം മുതൽ അങ്ങോട്ടുള്ളവരാണെങ്കിൽ 2 മീറ്റർ എടുക്കുക കേട്ടോ. സ്ട്രെയിറ്റ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല പോക്കറ്റൊക്കെ വെച്ച് നല്ല സ്ട്രെയിറ്റ് ബോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല കോളർ പാറ്റേണിലുള്ള നല്ല കുർത്തിയൊക്കെ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് വെറും 89 രൂപ ഉള്ളൂ പെർ മീറ്ററിന് കേട്ടോ. അത് പ്രത്യേകം എടുത്ത് പറയുന്നതാണ്. റേറ്റ് വളരെ കുറവാണ്. പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. അപ്പം നമ്മുടെ കോട്ടൺ ഫാബ്രിക്കിൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നമുക്കൊക്കെ ഇഷ്ടമുള്ള നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കിൽ നല്ലൊരു ലീഫ് ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റൂല, ഒരു ലൈറ്റ് ഷെയ്ഡ്, അതായത് ഒരു ആഷിൻ്റെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് പോലെയാണ് കേട്ടോ ഇത് തോന്നുന്നത്. പ്യുവർ വൈറ്റ് അല്ല ഇതിൽ വന്നിരിക്കുന്ന ഡിസൈൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പായിട്ട് നമുക്ക് വരുന്നത് ഈ ഒരു മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ ബോട്ടം ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇതുപോലെ നല്ലൊരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു എന്താ പറയുക നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൽ വൈറ്റ് ഈ ഒരു ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ടോപ്പിൻ്റെ മെറ്റീരിയലിൽ നല്ല ഗ്യാപ്പിലാണ്, ബ്ലാക്ക് ആണ് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം.
നെക്സ്റ്റ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ മെറ്റീരിയൽ ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ലീഫും അതുപോലെ തന്നെ ഫ്ലവറും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. ഇത് എന്ത് ഗ്രീൻ ആണെന്ന് ചോദിച്ചാൽ നല്ലൊരു റെയർ ആയിട്ടുള്ള ഒരു യെല്ലോ കളറിന് ഒരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വെടുത്ത് 44 ഇഞ്ച് തന്നെ, മീറ്റർ പ്രൈസ് 89 രൂപയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെ നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഗ്രീൻ ആണ് കേട്ടോ ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വളഞ്ഞ് സിക്സാക്ക് പോലെയൊക്കെ, സിക്സാക്ക് അല്ല, ഇങ്ങനെ വളഞ്ഞു പോയിട്ടുള്ള ലൈൻ എന്ന് പറയാൻ പറ്റൂല, ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സ് വന്നിട്ടുണ്ട്. നല്ലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ രണ്ടും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ അല്ലേ. ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള നേവി ബ്ലൂ അല്ലെങ്കിൽ ഒരു ഇങ്ക് ബ്ലൂ എന്നൊക്കെ പറയാം കേട്ടോ. ആ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അതിൽ വൈറ്റും കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടോപ്പായിട്ട് വരുന്നത് ഈ ഒരു ഡിസൈനാണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെ നല്ലൊരു ലൈൻ വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ. ഒറ്റ കളർ പാറ്റേണിൽ തന്നെയാണ്, എന്നാലും ഡിസൈൻ മാത്രം ചേഞ്ച് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളറിലേക്ക് പോവാം. നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്കും ഗ്രേയും ഒക്കെ കലർന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഡിസൈനാണ് കേട്ടോ. അപ്പം നല്ലൊരു ഫ്ലവറും ലീഫും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെ ഇതേ കോമ്പിനേഷൻ, സെയിം കോമ്പിനേഷൻ തന്നെ ഡിസൈൻ ചേഞ്ച് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടോ നല്ലൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പലാസോ ഒക്കെ സ്റ്റിച്ച് ചെയ്താലും നല്ല സൂപ്പർ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. അതെല്ലാം സ്ട്രൈറ്റ് ബോട്ടം വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. കളറൊക്കെ തയ്ക്കാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഓവർ കളറല്ല കേട്ടോ, നല്ല എല്ലാവർക്കും ചേരുന്ന നല്ലൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ്. അതിൽ കോമ്പിനേഷനായിട്ട് കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള മസ്റ്റാർഡ് യെല്ലോ തന്നെയാണ് വന്നിട്ടുള്ളത്. കൂടാതെ നല്ലൊരു ഓഫ് വൈറ്റും ഈ ഒരു കോമ്പിനേഷനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് വന്നപ്പോൾ, ഈ ഒരു ഡാർക്ക് ഷെയ്ഡിൽ വൈറ്റ് വന്നപ്പോൾ നല്ലൊരു പ്രിൻ്റായിട്ട് തോന്നുന്നുണ്ട്. നല്ല ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടായിട്ട് വരുന്നത് നല്ലൊരു ചെക്ക് മോഡൽ ഡിസൈനാണ് വന്നിട്ടുള്ളത്. സെയിം കോമ്പിനേഷൻ കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ കുറച്ച് ഈ ഓഫ് വൈറ്റ് ആണ് കൂടുതലായിട്ട് നമുക്ക് എടുത്ത് കാണുന്നത് കേട്ടോ. അതിനകത്ത് നല്ലൊരു ചെക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ ഡിസൈൻ. അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡിസൈനിലേക്ക് പോകാം. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ തന്നെ വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ചാണ്. മീറ്റർ പ്രൈസ് വരിക വെറും 89 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല വീതിയൊക്കെ ഉള്ള തുണിയാണ്, ഞാൻ പറയാലോ 44 ഇഞ്ച് ഉണ്ട്. അതനുസരിച്ച് കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 മീറ്ററോ അതല്ല നല്ല ഹൈറ്റൊക്കെ ഉള്ളവർക്ക് 3 മീറ്ററൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ സ്ലീവും ഒക്കെ അനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ മെറ്റീരിയൽ എത്ര ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു സഫയർ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ലൈറ്റ് ആയിട്ടുള്ളൊരു സഫയർ ഗ്രീൻ ഷെയ്ഡാണ്. ഇതിനകത്ത് വൈറ്റ് ആണ് കേട്ടോ കോമ്പിനേഷനായിട്ട് വന്നിട്ടുള്ള കളറ്. നല്ലൊരു ഫ്ലവറും ലീഫും വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ബോട്ടമായിട്ട് വരുന്ന ഡിസൈൻ ഒന്ന് കാണാം. ഇതും വൈറ്റും ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് കോമ്പിനേഷനായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ വൈറ്റ് ആയിരിക്കും കേട്ടോ അധികമായിട്ട് തോന്നുന്നത്. ബേസ് കളർ വൈറ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡാണ് പ്രിന്റ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് തിരിച്ചും ബേസ് കളർ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും. അതാണ് ഒരു വ്യത്യാസമായിട്ട്. പിന്നെ ഡിസൈനിലും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ ഇത് ടോപ്പ് തയ്ക്കാൻ വേണമെങ്കിൽ അങ്ങനെ പറയുക പ്രത്യേകം. ഇത് മാത്രം മതിയെങ്കിൽ ടിക്ക് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഓരോന്ന് കാണിച്ചതിലും നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ. അതും ആസ് പെർ വെയിറ്റ് അനുസരിച്ചായിരിക്കും. പിന്നെ ഇന്ത്യ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയും നമുക്ക് ഡെലിവറി ഉണ്ട്. അപ്പോൾ ഏതാണെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് അയക്കുക. അപ്പോൾ രണ്ടിൻ്റെയും ചാർജിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് അയക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.